പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ബെവ്കോ പൊതുനന്മ ഫണ്ടിൽ നിന്നും 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനക്കര കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച സയൻസ് ലാബുകളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേരള ബിവറേജസ് കോർപ്പറേഷന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 20,33,277 രൂപ ചിലവഴിച്ചാണ് കൂടല്ലൂർ സ്കൂളിലെ സയൻസ് ലാബുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ മന്ത്രി MP രാജേഷ് ലാബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ 38 സ്കൂളുകൾക്കായി 2.5 കൊല്ലം കൊണ്ട് ലഭ്യമാക്കിയ തുകയുടെ വലിപ്പം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 49,67,45,000 രൂപയാണ് തൃത്താല മണ്ഡലത്തിൽ കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭ്യമാക്കിയത്. 50 കോടി എന്ന് ഞാൻ പറയാത്തത് 50 കോടിയിലേക്ക് ഒരു 33,55,000 കുറവുണ്ട്. അതുകൊണ്ടാണ് ഉള്ളതുപോലെ പറയാൻ പറ്റില്ല. 49,67,45,000 രൂപ ഫണ്ട് അനുവദിക്കുക മാത്രമല്ല സമയാസമയം പണി പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന മികവ് പുരസ്കാര സമർപ്പണവും സംസ്ഥാന ശാസ്ത്രമേളയിലെ വിജയികളെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ AEO PV സിദ്ദീഖ്, BPC തൃത്താല K പ്രസാദ്, PTA ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.